ഇനി ഞാൻ ഈ ശരീരം പിടിഞ്ഞാൽ ആത്മാവായ ഞാൻ മരിക്കുന്നതല്ല, ഈ ശരീരമാണെന്ന തെറ്റായ പണ്ടത്തെ ആ ധാരണയിൽ നിന്ന് ആത്മാവാണ് ഞാൻ എന്ന തരത്തിലേക്ക് ഉയർന്നു ഈ സ്വരൂപം എല്ലാം എടുത്ത് നിലകൊള്ളുന്ന ഞാൻ, ഈശ്വരനും അല്ലാഹുമായ ഞാൻ. ഈ ശരീരത്തിന് പരിമിതിയുണ്ട്, ശരീരങ്ങൾക്ക് ഭൂമിയിലെ എല്ലാത്തിനും പരിമിതികളുണ്ട്. ഈ പരിമിതി കഴിഞ്ഞാൽ ഈ ശരീരത്തെ ഞാൻ വെടിഞ്ഞാൽ ഞാൻ എവിടെ പോകും എന്നാ പ്രശ്നം. ഞാൻ ഈ ഇലാഹും ശിവനിലും തന്നെ ചെന്ന് ചേരും. അതല്ലേ ഞാൻ അതിൽ നിന്നാണ് രൂപം എടുത്തത്, ഈ ശരീരരൂപം. അത് തിരിച്ചതിലേക്ക് തന്നെ ചെന്ന് ചേരും. വൈനായിലായി ഈ ശരീരം ഭൂമിയാകുന്ന മാതാവ്, എൻ്റെ മാതാവായ ഭൂമിയാകുന്ന മണ്ണായ ഭൂമിയിലേക്ക് തന്നെ ശരീരത്തെ ചേർത്തുകയും ഈ ആത്മാവും മനസ്സും ആ പ്രകാശത്തിലേക്കും ചെല്ലുകയാണ്. ആ ഇലാഹും ശിവനുമായ എപ്പോഴും നിലകൊള്ളും. അല്ല ഞാൻ മരിക്കുകയും ഈ രൂപം വെളുത്ത് വരിക അവതരിക്കുകയും തിരിച്ച് ആ പൂർണ്ണ രൂപത്തിലേക്ക് തിരിച്ചു ചെന്ന് ചേരുകയും ചെയ്യും. ഇത് മനസ്സിലാക്കണം. എങ്ങോട്ട് ചേരുകയുണ്ടാവും ആദ്യമായിട്ടുള്ള ഒരു കേൾവിയായിരിക്കും, എവിടെ ചെന്ന് ചേരും. നമ്മൾ ഒരുപാട് എന്നാൽ ഇലാഹയും മറ്റും മറിച്ചൊക്കെ പറയാറുണ്ട്. ഇലാഹല്ലേ ഇതായി വന്നത്. തിരിച്ച് ആ മണ്ണിലേക്ക് ശരീരത്തെ മണ്ണിന് തിരിച്ചു കൊടുക്കുകയും ആ പ്രകാശത്തിലേക്ക് തിരിച്ച് ചേക്കേറുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും എൻ്റെ മുഖം കാണണ്ട, മുകളിൽ നോക്കിയ ആ നൂറിനെ, ആ ജ്യോതിയെ, ആകാശ പ്രകാശത്തെ കാണാൻ കഴിയും. അതാ റസൂലുള്ളാഹി അനമി നൂറില്ലാഹി എന്ന് പറഞ്ഞ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹിനെ നിങ്ങൾക്ക് കാണെങ്കിൽ, അന്ന മുഹമ്മദ് റസൂലുള്ളാഹിനെ കാണെങ്കിൽ അവിടെ നോക്കിയാൽ മതി, അനമി നൂറില്ലാഹി. നിങ്ങൾ വെറുതെ മരിച്ചു പോയി എന്നൊന്നും പറഞ്ഞ് ഇതാക്കല്ല. മറിഞ്ഞു പോയി ഇനി വരൂല എന്നല്ല പറയുന്നില്ലേ, ഇനി റസൂലുള്ളാഹി വെളിവാവില്ല എന്നതാ നേരത്തെ ഞാൻ പറഞ്ഞു. നബി എന്ന് പറഞ്ഞാൽ തന്നെ ആ നൂറിന്, ആദ്യ നൂറിന് തന്നെ നൂനോണ് നാ അല്ലേ, ആ നാന്റെ പ്രകാശം കുത്ത് ഇറക്കിയിട്ടാലോ ബായായി. ആ പ്രകാശം ഇറങ്ങി വന്നവനാ ഞാനാ നബി. അതാണ് ഞാനാണ് നബി, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതാ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും. അതാണ് കൃഷ്ണനും രാമനും ബുദ്ധനും യേശുവും ഭൂമിയിൽ വന്നുള്ള എല്ലാ ദൈവികമായവരും ഞാനും നിങ്ങളും ആ നബി തന്നെയാണ്. ആ നൂറ് ഇറങ്ങി വന്ന ആ ബീജാന്തരങ്ങളുടെ ആ നൂറ് തന്നെയല്ലേ നിങ്ങളായും നിങ്ങൾ വീണ്ടും ഗർഭത്തെ സ്വീകരിച്ച് അതിൽ കൊടുത്ത് അങ്ങനെ ജന്മജന്മാത്രേ പോകുന്നു. അപ്പോൾ ഞാൻ എവിടെ പോവും? ഇവരെല്ലാവരും എനിക്ക് മറ്റേ എല്ലാം ഞാൻ തന്നെ പറഞ്ഞതാ ഇവരോട്. കാരണം എല്ലാ ദൈവികമായ ഇപ്പോൾ പോലെ ചേക്കെന്നോ വലിയെന്നോ ഗുരു എന്നോ ഒക്കെ പറയുന്ന ആൾ ദൈവികമായവരൊക്കെ ഉണ്ടല്ലോ, അവരെ പോലെ അല്ല ഞാൻ ഈശ്വരൻ തന്നെയാണ്, ദൈവം തന്നെയാണ്, അള്ളാഹ് തന്നെയാണ്. ഞാൻ സൃഷ്ടിച്ച് ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത നിങ്ങൾക്ക് ഈ യഥാർത്ഥത്തെ ലോകത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരു ആസ്ഥാനം വേണം. ആ ഒരു ആസ്ഥാനത്തെ ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ പറയുന്നത്. അതാണ് ഒരു മജ്‌ലിസോ ആശ്രമോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് വേണ്ട ഒരു ആസ്ഥാനം, സ്ഥാപനം വേണം. അതിനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതായി ഇവരെല്ലാവരും കൂടെ അല്ലേ. അതിന് ഒരു ആസ്ഥാനം കുട്ടികൾക്ക് മനസ്സിലാവില്ല. കുട്ടികൾ എന്താണ്, ഏതാണ് ഇതിന് പൈസ കൂടെ കളിയുന്നത്, മറ്റേതാക്കുന്നത് എന്താണ് അന്ധകാരത്തിലല്ലേ എല്ലാവരും പറയും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ യാഥാർത്ഥ്യത്തെ ലോകത്ത്, അള്ളാഹുവും ഈശ്വരനുമായ പ്രപഞ്ചനാഥൻ്റെ യാഥാർത്ഥ്യത്തെ ലോകത്ത് പ്രകാശിപ്പിക്കാൻ ഒരു ആസ്ഥാനം വേണം. അതിനാണ് നിങ്ങൾ എന്തോ എല്ലാ പേരിലും ഒരു ആസ്ഥാനത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഉണ്ടാക്കുന്നത്. അത് എവിടെ വരും? കാണപ്പെടുന്നവരത്രേ അള്ളാഹുവിൻ്റെ. അതാണ് ഖുർആനിലും പറഞ്ഞ പോലെ സൂറത്ത് 24:135 വചനത്തിൽ പറയുന്നു. പല മക്കാമിലും പോവാറുണ്ട് എല്ലാവരും. ഏത് മക്കാമാണ് യാഥാർത്ഥ്യം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് ആർക്കറിയില്ല. അത് ഞാൻ കാണിക്കാം, നിങ്ങൾക്കപ്പം അറിയും. സൂറത്ത് 35 ആകാശഭൂമി പ്രകാശമാണ് അള്ളാഹു എന്ന് പറഞ്ഞു. ഇനി 36 വചനങ്ങളിൽ പറഞ്ഞു ആദരണീയമായി പടുത്തുയർത്തപ്പെടുന്നതിനും. ഞാൻ ഖുർആൻ വാക്യാണ് അതുപോലെ പറഞ്ഞു. ആദരണീയമായി നിങ്ങൾ ഉംറയ്ക്ക് പോയില്ലേ, കഅബ ശരീഫിലും പോയി, മദീനയിലും പോയില്ലേ എന്ന പോലെ. അപ്പോൾ ആദരണീയമായി പടുത്തുയർത്തപ്പെട്ടതാണ് കഅബ ശരീഫ് അല്ലേ. എന്നപോലെ റസൂലുള്ളാഹി മദീനയിലും റസൂലുള്ളാഹിൻ്റെ
ആ മക്കാം അവിടെ പള്ളിൻ്റെ അകത്ത് ആദരണീയമായി പടുത്തുയർത്തപ്പെടുന്നതിനും കുറേ പറയാം. അതിൽ തൻ്റെ നാമം അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടുന്നതിനും എന്നല്ലേ പോയത്, സ്മരിക്കപ്പെടുന്നതിനും ആദരണീയമായി പടുത്തുയർത്തപ്പെടുന്നതിനും അതിൽ തൻ്റെ നാമം സ്മരിക്കപ്പെടുന്നതിനും അള്ളാഹു തലവിട്ടിട്ടുള്ള ചില മന്ദിരങ്ങളിൽ കാണപ്പെടുന്നവരത്രേ ആര്? എല്ലാ മന്ദിരങ്ങളിലില്ല, ചില മന്ദിരങ്ങളിൽ കാണപ്പെടുന്നവരത്രേ ആരാമള്? അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം ലഭിച്ചവർ. അപ്പൊ പിന്നെ മറ്റുള്ള മക്കാമ്പെല്ലാം പോയില്ല. അല്ല, അവര് നമുക്ക് കുട്ടികൾക്ക് ആർക്കെങ്കിലും കാണിച്ചോ അറിയിച്ചോ തന്നിട്ടുണ്ടെങ്കിൽ, എന്താണ് യാഥാർത്ഥ്യം തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രകാശമാണ് അവർ അവിടെ പോവാം നമുക്ക്. അവർ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഈ ശരീരത്തെ വെടിഞ്ഞാൽ ഇവിടെ പോകുമെന്ന് പറഞ്ഞത് പോലെ, ഇവിടെ പോകുമെന്ന് പറഞ്ഞു ശരീരം മണ്ണിനും പ്രകാശമായ പ്രപഞ്ച സ്വരൂപമാണല്ലോ ഞാൻ ഈ ചെറിയ സ്വരൂപത്തിലേക്ക് പുനർജനിച്ചത്. എൻ്റെ മാതാവും പിതാവും ഇതാണ്. മാതാവ് ഭൂമിയാണ് എൻ്റെ. ആദ്യം മനുഷ്യനായിരുന്നു, ഒരു ഉമ്മ ഉണ്ട് എന്തോ പേരിൽ. ഇപ്പം പിന്നെ അത് മറ്റേ സമാധിയായി മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ ആ പ്രകാശമായതിനു ശേഷം ആ പ്രകാശമായ ഞാൻ തന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയ എൻ്റെ മാതാവ് ഗർഭഭൂമിയാണ് അല്ലേ, ഇലാഹ് ശിവനും. ആ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭത്തിലേക്ക് തന്നെ പ്രകാശമായ ഞാൻ ബീജമായി ഇറങ്ങി വന്നുകൊണ്ട് ഞാൻ പുനർജനിച്ച ഈ എൻ്റെ മാതാവ് ആരാണ്? ഭൂമിയാണ്. പിതാവ് അതുമാണ്. അതാണ് യേശു പറഞ്ഞത്, ദൈവപുത്രൻ. പിതാവും പുത്രനുമാണ്. ദൈവത്തിൻ്റെ പുത്രനാണ് ഞാൻ. ഈ മാതാവും പിതാവും ജനിച്ച പുത്രനാണ്. അപ്പം ഞാൻ തിരിച്ച് ഈ ശരീരത്തെ വെടിഞ്ഞാൽ ഞാൻ എങ്ങോട്ടാ പോവാ? ശരീരം ഇതിലേക്കും എൻ്റെ പൂർവ്വ ആദ്യ സ്വരൂപത്തിലേക്ക് തന്നെ തിരിക്കുക. ഇലാഹിലേക്ക് തന്നെ, ശിവനിലേക്ക് തന്നെ തിരിച്ച് ഞാൻ അവിടെ ഇരിക്കും. ഞാൻ നിങ്ങൾക്കെല്ലാം യാഥാർത്ഥ്യത്തെ വിശദമാക്കി സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചും അറിയിച്ചും തന്ന് നിങ്ങളെ പ്രകാശിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾ പ്രകാശിപ്പിച്ച് നിങ്ങളെ ഈ യാഥാർത്ഥ്യമായി പുനർജനിച്ചിരിക്കുക. ഇതിനെ നിങ്ങളിലൂടെ പുനർജനിപ്പിച്ചെടുക്കുക. അതാണ് ഉപനിഷത്തുകളുമൊക്കെ പറയുന്നത്, ഗീതയും പറഞ്ഞു, യഥാ യഥാ ഹി ധർമ്മസ്യ. ലോകം മലിനമാകുമ്പോഴും അന്ധകാരത്തിലേക്ക് അജ്ഞതയിൽ പോകുമ്പോഴൊക്കെ അവതരിച്ചു കൊണ്ടേയിരിക്കും ദൈവം. അതാണ് ഇവിടെ അവതരിച്ചിട്ടുള്ളത്. അല്ലാതെ ഇവിടെ നിങ്ങൾ വിളിക്കുന്ന ബാബയോ മൃഗോയോ മറ്റോ മർച്ചോ ഒന്നല്ല, പ്രപഞ്ചനാഥൻ തന്നെയാണ്. ഞാൻ അതിലേക്ക് തന്നെ ചെയ്തു. അപ്പോൾ ഇതിനെ, ഈ യാഥാർത്ഥ്യത്തെ, പ്രപഞ്ചത്തിൻ്റെ ആ അമൂല്യമായ യാഥാർത്ഥ്യത്തെ നിലനിർത്താൻ, അതിനെ വികസിപ്പിക്കാൻ ഒരു ആസ്ഥാനം വേണം. അതിനാണ് ഒരു സ്ഥലം ദൈവരവും എല്ലാവരും നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ശരീരത്തിന് വേണ്ട ആസ്ഥാനം വേണ്ട, പ്രപഞ്ച ആസ്ഥാനത്തിലേക്ക് മാറുക. പക്ഷെ ഇത് അന്ധരായ ജനങ്ങൾക്ക് പകർന്നു നൽകാൻ ഒരാസ്ഥാനം ഉണ്ടായേ പറ്റൂ. അത് ആസ്ഥാനങ്ങൾ ഒരുപാടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആസ്ഥാനമുണ്ട്, അവിടെ അതേ നടക്കൂ. പിന്നെ അമ്പലങ്ങളിൽ ധാരാളം, മക്കാമുകൾ ധാരാളമുണ്ട്. അത് അവിടെ നിന്നുള്ളവരെ കിട്ടുള്ളൂ. ഇവിടെ ഇത് കിട്ടില്ല. ഇതിലൂടെയുള്ളത് പിന്നെ റസൂലുള്ളാഹിൻ്റെയും മുഹമ്മദിൻ്റെയും ഉപനിഷത്തുകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞേ, അതെല്ലാം കിട്ടുന്ന പോലെ അല്ല ഇവിടെ കിട്ടുന്നത്. ഇത് സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ച് അറിയിച്ച് നിങ്ങളെ പൂർണ്ണതയിൽ കൊണ്ടെത്തിച്ച് ആത്മാവിനെ പരിശുദ്ധമാക്കി നിങ്ങളെ ആ പകരക്കാരനും ശിർക്കും കളഞ്ഞ്, അശുദ്ധി കളഞ്ഞ്, മായ കളഞ്ഞ് ശുദ്ധമാക്കി പരിശുദ്ധാത്മാവാക്കി തീർക്കുന്ന പണിയാണ്. ഓക്കെ.